കേരളത്തിന്റെ ദീർഘകാലത്തെ വലിയ സ്വപ്നമായ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് യാഥാർത്ഥ്യമാക്കുന്നതുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ വൃത്തങ്ങളിൽ കനത്ത ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഒരു പരസ്യമായ വെല്ലുവിളിയാണ് ഇന്നുണ്ടായിരിക്കുന്നത്. എയിംസിന്റെ പേരിൽ മുൻകാലങ്ങളിൽ രാഷ്ട്രീയ എതിരാളികളും മാധ്യമങ്ങളും തന്നെ വലിയ രീതിയിൽ പരിഹസിക്കുകയും തേക്കുകയും ചെയ്തുവെന്നാണ് സുരേഷ് ഗോപി ഇന്ന് തുറന്നടിച്ചിരിക്കുന്നത്. കേരളത്തിൽ എയിംസ് കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ താൻ രാഷ്ട്രീയം പൂർണ്ണമായി വിടുമെന്നും ഇനി ജനങ്ങളോട് വോട്ട് ചോദിച്ച് വരില്ല എന്നും ഒരു നിർണായകമായ ഒരു കടുത്ത തീരുമാനമാണ് സുരേഷ് ഗോപി ഇന്നെടുത്തിരിക്കുന്നത്. സംസ്ഥാനത്ത് എയിംസ് അനുവദിക്കുന്നതിനായി കേന്ദ്ര നിർദ്ദേശപ്രകാരമുള്ള 5 അനുയോജ്യമായ സ്ഥലങ്ങൾ എത്രയും വേഗം അറിയിക്കാൻ പുതിയ സംസ്ഥാന ഭരണകൂടം തയ്യാറാകണമെന്നും ഇപ്പോഴേ അറിയിച്ചാൽ അടുത്ത കേന്ദ്ര ബഡ്ജറ്റിൽ തന്നെ ഇത് ഉൾപ്പെടുത്തുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരിക്കുകയാണ്. എയിംസ് സ്ഥാപിക്കുന്നതിന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൻ്റെതായി ഒട്ടനവധി കൃത്യമായ മാനദണ്ഡങ്ങളും നടപടിക്രമങ്ങളും ഉണ്ടെന്ന് കേന്ദ്രമന്ത്രി ചൂണ്ടിക്കാണിക്കുകയാണ്. സംസ്ഥാന സർക്കാർ എയിംസിനായി സന്നദ്ധത അറിയിക്കുമ്പോൾ അതിനായി അടിസ്ഥാന സൗകര്യങ്ങളുള്ള 5 സ്ഥലങ്ങൾ കൃത്യമായി കേന്ദ്രത്തിന് മുന്നിൽ നിർദ്ദേശിക്കേണ്ടതുണ്ട്. ഇപ്പോഴെങ്കിലും ഈ 5 സ്ഥലങ്ങളുടെ പട്ടിക ഔദ്യോഗികമായി കൈമാറിയാൽ അടുത്ത ബഡ്ജറ്റിൽ കേരളത്തിനുള്ള എയിംസ് പ്രഖ്യാപനം കാണാൻ സാധിക്കുമെന്ന് സുരേഷ് ഗോപി ഉറപ്പു നൽകുകയാണ്. കേരളത്തിൽ അത് എവിടെ വന്നാലും ജനങ്ങൾക്ക് നല്ലതാണ് എന്നാണ് ഞാൻ കരുതുന്നത്. എന്നാൽ മുമ്പുണ്ടായിരുന്ന സർക്കാരിനോട് ഇക്കാര്യം ആവശ്യപ്പെട്ടപ്പോൾ ഇത്തരമൊരു പോസിറ്റീവ് അപ്രോച്ച് ആയിരുന്നില്ല അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അവർ ഇതിനോട് കടുത്ത വിമുഖത കാണിക്കുകയാണ് ഉണ്ടായത്. സംസ്ഥാനത്ത് പുതിയതായി ചുമതലയേറ്റ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ എയിംസിന് ആവശ്യമായ സ്ഥലം വിട്ടു നൽകാമെന്ന് പ്രസ്താവിച്ചതോട് അതീവ സന്തോഷത്തോടെയാണ് കേന്ദ്രമന്ത്രി പ്രതികരിച്ചത്. കെ മുരളീധരന്റെ ഈ പുതിയ നിലപാടിനോട് തനിക്ക് തികച്ചും പോസിറ്റീവായ സമീപനമാണ് ഉള്ളതെന്നും എത്രയും പെട്ടെന്ന് ഇതിന്റെ ഔദ്യോഗിക നടപടികൾ പൂർത്തിയാക്കി സംസ്ഥാനത്തിന്റെ സന്നദ്ധത കേന്ദ്രത്തെ അറിയിക്കാൻ അദ്ദേഹം തയ്യാറാകണമെന്ന് സുരേഷ് ഗോപി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. സംസ്ഥാന സർക്കാരിന്റെ പുതിയ നീക്കങ്ങൾക്കനുസരിച്ച് കേന്ദ്ര തലത്തിൽ ആവശ്യമായ ഭരണപരമായ നടപടികൾ ഇനി താൻ നേരിട്ട് എടുക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരിക്കുകയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലം മുതൽ തന്നെ എയിംസ് വിവാദത്തിൽ തന്നെ വേട്ടയാടിയവർക്കെതിരെ അതീവ വൈകാരികമായാണ് സുരേഷ് ഗോപി പ്രതികരിച്ചത്. എല്ലാവരും കൂടി എയിംസിന്റെ പേരിൽ എന്നെ ഒരുപാട് കഷ്ടപ്പെടുത്തി, എന്നെ ഒരുപാട് തേച്ചതാണ്. അത് ഞാൻ വ്യക്തമായി പറയുന്നു. ഇനി കേരളത്തിലേക്ക് എയിംസ് വന്നാൽ അതിന്റെ വ്യക്തിപരമായ ക്രെഡിറ്റിലേക്കായിരിക്കുമെന്നാണ് സുരേഷ് ഗോപി പറയുന്നത്. അത് ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. അതിനുവേണ്ടി മാത്രമായിരിക്കും ഇനി ഞാൻ പ്രവർത്തിക്കാൻ പോകുന്നത്. അങ്ങനെ എയിംസ് കൊണ്ടുവരാൻ എനിക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയം പൂർണ്ണമായി വിടും. ജനങ്ങളോട് ഇനി വോട്ട് ചോദിച്ച് തൃശ്ശൂരിലേക്ക് വരില്ല എന്നാണ് സുരേഷ് ഗോപി പറയുന്നത്. ഇങ്ങനെ തുറന്നു പറയാൻ വേറെ ഏത് എംപിമാർക്കാണ് ധൈര്യമുള്ളത്? എയിംസ് എന്നത് കേരളത്തിലെ കോടിക്കണക്കിന് വരുന്ന സാധാരണക്കാരുടെ ജനങ്ങളുടെ അടിയന്തരമായ ഒരു ആവശ്യമാണ്. കേന്ദ്രമന്ത്രിയുടെ ഈ പുതിയ വെല്ലുവിളിയും സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ അനുകൂല നിലപാടും ഒത്തുചേരുമ്പോൾ വർഷങ്ങളായി ചുവപ്പ് നാടയിൽ കുരുങ്ങിക്കിടക്കുന്ന ആ ഫയലുകൾ കേരളത്തിൽ വീണ്ടും ഒരു സ്വപ്നങ്ങൾക്ക് ഒരു പുതിയ ജീവൻ വയ്ക്കുമെന്ന പ്രതീക്ഷയിലാണ് പൊതുസമൂഹം. അങ്ങനെ ആരോഗ്യമന്ത്രി മുരളീധരൻ എയിംസിന് വേണ്ടിയുള്ള 5 സ്ഥലങ്ങൾ, അത് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പറയുന്നതനുസരിച്ചുള്ള അവർ പറയുന്ന ഓരോ നിയമങ്ങളും അനുസൃതമായുള്ള 5 സ്ഥലങ്ങൾ മുരളീധരൻ സുരേഷ് ഗോപിക്ക് കാണിച്ചു കൊടുത്താൽ ആ ദിവസം തന്നെ സുരേഷ് ഗോപി കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായിട്ടും അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രിയുമായിട്ടും ചർച്ച നടത്തി ബഡ്ജറ്റിൽ എയിംസിന് കൊണ്ടുവരേണ്ട സാമ്പത്തിക സഹായങ്ങളെല്ലാം തന്നെ അനുവദിക്കുമെന്ന ഒരു പൂർണ്ണ ഉറപ്പാണ് കേരളത്തിന് നൽകിയിരിക്കുന്നത്.